ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പുത്തിരൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് ക്യാമ്പ്രിക്കിലുള്ള മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ ആണ്. ഒരു ലൈറ്റ് ടോണിലാണ് പോകുന്നത്. ഒരുപാട് വൈറ്റ് അങ്ങനെ ഓഫ് വൈറ്റ് ആ കളറിലല്ല, എങ്കിലും കളേഴ്സ് എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലെ പോകുന്ന പോലത്തെ ഒരു കളേഴ്സ് ആണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ. 119 തന്നെയാണ് പ്രൈസ് വരുന്നത്. 44 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത്. ക്യാമ്പ്രിക്കിന്റെ ത്രെഡ് കൗണ്ട് 60s by 60s ആണ്. ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റ് തന്നെയാണ്. എല്ലാം സ്ക്രീൻ പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത് കേട്ടോ. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വെയർ ചെയ്യുമ്പോൾ വരിക എന്നുള്ളത്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് തന്നെയാണ്, ഇതിന്റെ വേറെ കളറാണെന്ന് മാത്രം. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിനകത്തൊരു ഒരു പീച്ച് കളറിന്റെ ഡാർക്കർ ടോൺ എന്ന് പറയാം. ഇതിന്റെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ബോർഡർ യൂസ് ചെയ്ത് സ്ലീവിന്റെ എൻഡിലോ സ്ലിറ്റിന്റെ സൈഡിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് ബോട്ടത്തിനുള്ള ഫാബ്രിക് സെയിം തന്നെയാണ്. ബോട്ടത്തിനും നമുക്കിത് ചെയ്യാം. നമുക്ക് ഈ എന്താ പറയാ അൺസ്റ്റിച്ചഡ് സൽവാർ സൂട്ട് പോലെയൊക്കെ ലഭിക്കുമ്പോൾ ടോപ്പും ബോട്ടവും അങ്ങനെ കിട്ടില്ലേ, അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് മാത്രം വെച്ച് ടോപ്പും ചെയ്യാവുന്നതാണ്. സിഗ്സാഗ് ആണ് കേട്ടോ. കുറച്ച് ഒരുപാട് വീതിയുള്ള സിഗ്സാഗ് അല്ല, വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു ലൈൻ പോലെ താഴോട്ട് പോകുന്ന പോലെയാണ് ഡിസൈൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ഇതേ കോമ്പിനേഷൻ തന്നെയാണ്, ഡിഫറെന്റ് കളേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂവിന്റെ വേറൊരു ടോണാണ്. ഇതും സെയിം പ്രിന്റ് എല്ലാം തന്നെ സെയിം ആണ്. കളറിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇതിനകത്തൊരു കോഫി ബ്രൗൺ കളറിലുള്ള പ്രിന്റ് ആണ് പോകുന്നത്. ഇനി ഇതിന്റെ വൺ സൈഡിലും നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു ബോർഡർ പോലെ പോകുന്നുണ്ട്. ഇതിന്റെയും മാച്ച് ചെയ്യാവുന്ന ഒരു ബോട്ടത്തിനുള്ള ഒരു കളക്ഷൻ ഫാബ്രിക് കാണിച്ചു തരാം. ഈ നമ്മൾ ടോപ്പിന് കാണുന്ന അതേ പ്രിന്റ് ആണ് ഇതിന്റെ സിഗ്സാഗ് ആയിട്ട് പോകുന്നത്, ബോട്ടത്തിന്റെ സിഗ്സാഗ് ആയിട്ട് പോകുന്നത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ആദ്യം എടുത്ത ഫാബ്രിക്കിന് ഒരു ബ്രൗണോ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ടോണിലുള്ള ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്, ഈ ഒരു ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ള ഒരു സ്മോക്ക് ഗ്രേഡ് ഒരു ഡാർക്ക് ടോണിലേക്കാണ് ഇത് പോകുന്നത്. സെയിം പ്രിന്റ് തന്നെയാണ്. എല്ലാം പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. 119 തന്നെയാണ് എല്ലാത്തിന്റെയും പ്രൈസ്. ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇതിനകത്തും ഇങ്ങനെ വൺ സൈഡിനകത്ത് ഇങ്ങനെ ഒരു ബോർഡറും പോകുന്നുണ്ട്. ഇതിന്റെ ബോട്ടം നമുക്കൊന്ന് നോക്കാം. ബോട്ടം വരുന്നത് സെയിം തന്നെ, ആദ്യം കണ്ട പോലെ സിഗ്സാഗ് തന്നെയാണ്, പക്ഷെ കളറിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഈ ടോപ്പിൽ കണ്ട കളേഴ്സ് ആണ് ഇതിനകത്ത് സിഗ്സാഗ് ആയിട്ട് പോകുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്, കളർ നമുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു പീച്ചിന്റെ ടോണിൽ തന്നെയാണ്. അതിനകത്തും യെല്ലോ കളറും ഗ്രീൻ കളറിലുമുള്ള പ്രിന്റ് ആണ് പോകുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇതിന്റെയും ഒരു ബോർഡർ പോകുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ബോട്ടത്തിനുള്ള ഫാബ്രിക് നോക്കാം. ഗ്രീനും യെല്ലോയും ആ ഒരു പീച്ചിന്റെ ഒരു ടാർക്കറ്റ് ടോൺ പോലത്തെ ഒരു കളറും കൂടിയാണ് ഇതിനകത്ത് പോകുന്നത്. ഇത് വെച്ചൊന്ന് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. ഇത് വെച്ച് പലാസയൊക്കെ സ്റ്റിച്ച് ചെയ്ത് മിനി ബോട്ടം ഒക്കെ പെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആണ്. ഇത് വന്നിട്ടുള്ളതൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം, പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടുള്ള പർപ്പിൾ ആണ്. ഇത് വന്നിരിക്കുന്നതും ഒരു ഓണിയൻ പിങ്കിന്റെ ഒരു ടോണിലേക്കാണ് പോകുന്നത്. അതിനകത്ത് റാണി പിങ്ക് കളറിലുള്ള പ്രിന്റും കൂടെ പോകുന്നുണ്ട്. നമ്മൾ ബോട്ടം കാണുന്നതും ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ സിഗ്സാഗ് ആയിട്ടാണ് കേട്ടോ. ബോട്ടം എന്ന് ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് വെയർ ചെയ്യാം. കമ്പൽസറി ഒന്നുമില്ല രണ്ടും കൂടെ വാങ്ങിക്കണമെന്ന്. മാത്രമല്ല ഫാബ്രിക് രണ്ടും സെയിം ആണ്, ക്യാമ്പ്രിക് തന്നെയാണ്. ഇനി ഇത് വെച്ചിട്ട് ടോപ്പ് മാത്രമായിട്ടും ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ടത് ക്യാമ്പ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ ആണ്. 119 തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. പ്യുവർ കോട്ടണും ക്യാമ്പ്രിക്കും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണേ. കളർ പോകുമെന്നല്ല, എങ്കിലും കോട്ടൺ ആണല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ വേണ്ടി ഞാൻ പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.